തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ ശരീരത്തിൽ കണ്ടെത്തിയത് 91 മുറിവുകൾ. വാരിയലിൽ 7 പൊട്ടലുകളുണ്ട്. തലയിലെ നീർക്കെട്ടും രക്തസ്രാവവുമാണ് മരണകാരണം. റിമാൻഡ് റിപ്പോർട്ടിലെ നിർണായക വിവരങ്ങളാണ് 24 പുറത്തുവിടുന്നത്. ജിബിൻ ജെബി തിരുവനന്തപുരത്ത് ചെയ്യുന്നു. ജിബിന് 1.5 വയസ്സുകാരൻ താണ്ടിയത് ഒരു ആയുഷ്കാല വേദനയാണെന്ന് പറയാൻ ആ കാര്യത്തിൽ സംശയമില്ല. അത് തെളിയിക്കുന്ന വേദനിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങേയറ്റം ക്രൂരമായ മർദ്ദനവും പീഡനവും ആ കുഞ്ഞു സഹിച്ചു എന്നുള്ളതാണ് എന്തൊക്കെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഏതൊക്കെ വകുപ്പുകളാണ് ഈ നരാധമന്മാരായ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്? ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതൊരു ഞെട്ടിക്കുന്ന കൊലപാതകമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നതോടുകൂടിയാണ് അതിദാരുണമായിരുന്നു ഈ ഒരു കൊലപാതകം എന്നുള്ള കാര്യങ്ങൾ തെളിയിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഇത് ഒരു 1.5 വയസ്സുകാരൻ കുഞ്ഞി ഭക്ഷണം കഴിക്കുന്നതിനിടെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി മരണപ്പെട്ടു എന്നുള്ള ഒരു വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പോലീസ് കേസെടുത്തിരുന്നതും FIR ഇട്ടതും അതനുസരിച്ച് മാത്രമായിരുന്നു. BNS 194 മാത്രമാണ് ഇട്ടിരുന്നത്. പക്ഷേ പിന്നീട് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുന്ന സമയത്താണ് കുട്ടിയുടെ ശരീരത്തിലെ മുറിവുകൾ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ഡോക്ടർ നടത്തിയ പരിശോധനയിലാണ് ശരീരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള, അതായത് ഉള്ളംകാൽ മുതൽ കുഞ്ഞിന്റെ തല വരെ 51 മുറിവുകൾ ഉള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുകയും ഇതിൽ ജനനേന്ദ്രിയത്തിൽ ഉൾപ്പെടെ മാരകമായ മുറിവുകൾ ഉണ്ടായിരുന്നു. കുട്ടിയുടെ തലയിൽ ഉൾപ്പെടെ ചെറിയ രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം അനുസരിച്ച് കുട്ടിക്ക് തലയിലേറ്റ പരിക്കുമായി ബന്ധപ്പെട്ടുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പ്രാഥമിക നിഗമനം. പക്ഷേ അതെല്ലാം തന്നെ തള്ളിക്കളങ്ങിക്കൊണ്ട് അതിലും ക്രൂരമായിരുന്നു ഈ ഒരു 1.5 വയസ്സുകാരന്റെ കൊലപാതകം എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 51 മുറിവുകളല്ല, ആ 1.5 വയസ്സുകാരന്റെ ശരീരത്തിൽ 91 മുറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഡോക്ടർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ മരണകാരണം എന്ന് പറയുന്നത് ആന്തരിക രക്തസ്രാവം. കാരണം ഈ മരണപ്പെടുന്ന ദിവസം ഉച്ചയ്ക്ക് അർഷദ് കുഞ്ഞിനെ മർദ്ദിച്ചിരുന്നു. കുഞ്ഞിന്റെ തല പിടിച്ച് ചുവരിൽ ഇടിച്ചിരുന്നു. അതിൽ ചെറിയൊരു മുറിവ് മാത്രമാണ് തലയ്ക്കുള്ളത്. പക്ഷേ കുട്ടിയുടെ തലയിൽ നീർക്കെട്ടുണ്ടായി, രക്തം കട്ട പിടിച്ച് കിടന്നു. അങ്ങനെ ഉണ്ടായ ആന്തരിക രക്തസ്രാവം, അതുപോലെ തന്നെ വാരിയലിൽ 7 പൊട്ടലുകൾ ഉണ്ടായിരുന്നു. അതായത് ഒരു 1.5 വയസ്സുകാരനായ കുഞ്ഞിന്റെ ശരീരം നമ്മൾ ആലോചിക്കണം. ആ ഒരു കുഞ്ഞിന്റെ ശരീരത്തിൽ വാരിയലിൽ മാത്രം 7 പൊട്ടലുകളാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള നിർണായക വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് അമ്മയുടെ കൂടി സാന്നിധ്യത്തിലായിരുന്നു ഈ മർദ്ദനങ്ങളെല്ലാം നടന്നത്. കാരണം അവസാന ദിവസം മർദ്ദിക്കുന്ന സമയത്ത് മാത്രമാണ് അമ്മ അഖില അവിടെ ഇല്ലായിരുന്നത്. ബാക്കി ദിവസമെല്ലാം അഷ്കർ കുട്ടിയെ മർദ്ദിക്കുന്ന സമയത്ത് ഈ അമ്മ കൂടി അവിടെ ഉണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് താമസിക്കാൻ ഈ ഒരു കുട്ടി ശല്യമായിരുന്നു. അതുകൊണ്ടാണ് കുട്ടിയെ മർദ്ദിച്ചതെന്നും ഈ കൊലപാതകത്തിലേക്ക് എത്തിയതുമെന്നാണ് അഷ്കർ ഇപ്പോൾ പോലീസിന് മുന്നിൽ സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിക്രൂരമായ ഒരു കൊലപാതകം, ഒരു 1.5 വയസ്സുകാരൻ ഒരു ആയുഷ്കാലം അത്രയും അനുഭവിക്കുന്നതിലും അധികം വേദനകൾ സഹിച്ചാണ് ഈ ലോകത്തോട് വിടമറിയിരിക്കുന്നത്. അതും ഏറ്റവും എടുത്തു പറയേണ്ടത് ഏകദേശം 2.5 മാസം മുൻപ് മാത്രമാണ് ഈ കുട്ടി അമ്മയോടൊപ്പം അഷ്കറിന്റെ അടുത്തേക്ക് പനവൂർ കരിക്കുഴിയിൽ ഈ വാടക വീട്ടിലെത്തുന്നത്. അവിടെ വെച്ച് ഈ 2 മാസക്കാലം കുട്ടി അനുഭവിച്ചത് നരകയാതനയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്ത് വരാൻ പോകുന്ന ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. സുഹൈൽ, എന്തായാലും പുറത്തറിയുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. മനുഷ്യനൊന്ന് വിളിക്കാമോ എന്നറിയില്ല. എന്നിരുന്നാലും ആ മനുഷ്യനായ ഈ പറഞ്ഞ പ്രതിയായ അഷ്കറിന്റെ കൈവണ്ണ വലുപ്പത്തിൽ മാത്രമുള്ള ആ കുഞ്ഞുടലിൽ 91 മുറിവുകളാണ് ഉണ്ടായിരുന്നത്. വാരിയലുകളിൽ 7 പൊട്ടലുകളും. അത്രത്തോളം നരകയാതന ആ പിഞ്ചുടൽ സഹിച്ചു എന്നുള്ളത് നമ്മെ അങ്ങേയറ്റം നെഞ്ചുലയ്ക്കുന്ന വാർത്ത കൂടിയാണ്. റിമാൻഡ് റിപ്പോർട്ടിലെ ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.